എന്നത് ഒരു പാഠമല്ല, അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. മനസ്സിൽ നന്മയുള്ള മക്കൾക്ക് മാത്രം വായിച്ചെടുക്കാൻ കഴിയുന്ന സുന്ദരമായൊരു വിശുദ്ധ ഗ്രന്ഥം. പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ നമുക്കെന്നും ഏറെ പ്രിയപ്പെട്ടതാണ്. 2026 ജൂലൈ 16 ആഗോള സഭ കർമ്മല മാതാവിന്റെ തിരുനാളിൽ സന്തോഷിക്കുമ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പിതാവിന് കർമ്മല അമ്മ കർമ്മല മലയിൽ പ്രത്യക്ഷപ്പെട്ട് തിരുവുത്തരീയം നൽകിയതിന്റെ 775 വാർഷികം കൂടിയാണ്. ആദ്യ കുർബാന സ്വീകരണ ദിനത്തിൽ ഏറെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോഴായിരിക്കും നമ്മിൽ പലരും ഒരുപക്ഷെ ആദ്യമായി ഉത്തരീയം ധരിച്ചിട്ടുണ്ടാകാം. ഇതിലൂടെ പരിശുദ്ധ കർമ്മലനാഥയുടെ സംരക്ഷണം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ആത്മീയ സന്ദേശം ഒന്ന് പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും. അതിപ്രകാരമാണ്. പാലസ്തീനായിൽ പടർന്നു പന്തലിച്ച കർമ്മലീത്ത സഭയിൽ കുരിശുയുദ്ധ കാലത്ത് ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോൾ അന്നത്തെ ജനറാളായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പിതാവിലൂടെ ലോകത്തിന് ലഭിച്ച സമ്മാനമാണ് തിരുവുത്തരീയം. ഇത് നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുകയുണ്ടായി: എന്റെ രക്ഷയുടെ അടയാളവും സാഹോദര്യത്തിന്റെ അച്ചാരവുമായ കർമ്മല ഉത്തരീയം സ്വീകരിക്കുക. ഇത് ധരിക്കുന്നവർ മരിക്കുകയില്ല. അതേ പ്രിയമുള്ളവരെ, ഭക്തിപൂർവം ഈ തിരുവുത്തരീയം ധരിക്കുന്നവർക്ക് നിത്യമായ രക്ഷയുടെ അടയാളം ലഭിക്കും. വിശുദ്ധീകരണത്തിന്റെ ഈ അടയാളം ഈശോയുടെ അടുത്ത് ജീവിക്കുന്നതിന്റെ അനുഭവം കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ 1322 ജോൺ 22 പാപ്പായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി: എല്ലാ ശനിയാഴ്ചകളിലും ശുദ്ധീകരണ സ്ഥലത്ത് കടന്നു ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ അനുസരിക്കുന്നവരെ കൂടി ഞാൻ മോചിപ്പിക്കുന്നതാണ്. ഉത്തരീയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബാല്യകാലത്തെ ഒരു ചിത്രം അതിങ്ങനെയാണ്: ഉത്തരീയം ലഭിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ ഭക്തിപൂർവ്വം അത് ചുംബിച്ചിട്ട് ധരിക്കുന്ന അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും ഒരു ചിത്രമാണ്. മാതൃഭക്തരായ നമുക്കും ഈ ഉത്തരീയം ഭക്തിപൂർവ്വം ധരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹത്തെ നമുക്ക് പ്രകടമാക്കാം. ഓരോ കർമ്മലമാതാവിന്റെ തിരുനാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കാപ്പയിൻ കീഴിൽ മക്കളായ നമ്മെല്ലാവരും എത്രമാത്രം സുരക്ഷിതരാണെന്നും പരിശുദ്ധ അമ്മയുടെ മക്കൾക്കടുത്ത വിശുദ്ധിയോടെ ജീവിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. കാർമൽ എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം ഫലസമൃദ്ധമായ പൂന്തോട്ടം എന്നാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഫലങ്ങളുടെ ഒരു പൂന്തോട്ടമായിട്ടാണ് നമ്മുടെ മുൻപിൽ വിരാജിക്കുന്നത്. നമുക്കും പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോയെ അടുത്തനുകരിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പിതാവിനെ പോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം: കർമ്മലയിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന് ദൈവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ, അങ്ങന്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ഏവർക്കും കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.